അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി.എസ്.സി ഫസ്റ്റ് സെമസ്റ്റർ കോമൺ അറബിക്കിൻ്റെ പുസ്തകമാണ് ഷുറൂഖ്. അതിലെ രണ്ടാമത്തെ ചാപ്റ്റർ മിൻ ഹദീർ റിസാല. മിൻ ഹദീർ റിസാല, ഹദീ എന്ന് പറഞ്ഞാൽ ചര്യ എന്നാണ് അർത്ഥം. റിസാലത്ത് എന്ന് പറഞ്ഞാൽ സന്ദേശം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ സന്ദേശത്തിൻ്റെ പ്രവാചകന്മാർ അവൻ്റെ സമുദായത്തിന് നൽകുന്ന സന്ദേശമാണ് ഇവിടെ ഉദ്ദേശം. ഹദീസ്, ആ ഹദീസിൻ്റെ ചര്യയിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, സന്ദേശത്തിൻ്റെ ചര്യയിൽ നിന്ന് അല്ലെങ്കിൽ പരിശുദ്ധ ഹദീസിൻ്റെ ചര്യയിൽ നിന്ന് എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫളുലുൽ ഇൽമി വൽ അമലി വത്തകസ്സുബ്. ഫളുലുൽ ഇൽമി, വിജ്ഞാനത്തിൻ്റെ മഹത്വം, വൽ അമലി, പ്രവർത്തനത്തിൻ്റെ മഹത്വം. അറിവ് നേടുകയും ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാണ് ഇവിടെ അമൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തകസ്സുബ് എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക എന്നാണ്. തകസ്സുബ് എന്ന് പറഞ്ഞാൽ, അമൽ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക, തകസ്സുബ് എന്ന് പറഞ്ഞാൽ ആർജിക്കുക, നേടിയെടുക്കുക. നമ്മൾ ഒരു അധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിനാണ് തകസ്സബ, ആർജിച്ചെടുക്കുക, നേടിയെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, കസ്ബ് എന്ന് പറഞ്ഞാൽ അധ്വാനമാണ്. അപ്പോൾ ഇൽമ് നേടുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതിൽ നിന്ന് നമ്മൾ ആർജിക്കുകയും ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. യഹസ്സുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഇൽമി വൽ അമൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിവ് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും വസ്സഅയു ലിത്തകസ്സുബ്, സമ്പത്ത് ആർജിക്കാൻ വേണ്ടി അധ്വാനിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. യഹസ്സുന എന്ന് പറഞ്ഞാൽ നമ്മോട് പ്രേരിപ്പിക്കുന്നു. വയുശജ്ജിഉന, നമുക്ക് പ്രോത്സാഹനം നൽകുന്നു. അലാ ദാലിക, അതിന്, ബി അസാലീബി മുതഅദ്ദിദ, വ്യത്യസ്തമായ ശൈലികളിലൂടെ. അപ്പോൾ അറിവ് നേടുകയും അറിവിനനുസരിച്ച് പ്രവർത്തിക്കുകയും സമ്പത്ത് ആർജിക്കുകയും ചെയ്യുന്നതിന് അള്ളാഹു പ്രേരിപ്പിക്കുന്നുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ബി അസാലീബി മുതഅദ്ദിദ, വ്യത്യസ്തമായ ശൈലികളിലൂടെ. നമുക്ക് കുറച്ച് ഹദീസുകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, പരിശുദ്ധ പ്രവാചകരുടെ ശിഷ്യന്മാരിൽപ്പെട്ട അതിപ്രധാനിയായ ശിഷ്യനാണ് അബൂ ഹുറൈറ. അദ്ദേഹം പറയാണ്, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇദാ മാതൽ ഇൻസാൻ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഇൻഖതഅ അൻഹു അമലുഹു, അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം, ഖതഅ എന്ന് പറഞ്ഞാൽ മുറിയുക. ഇൻഖതഅ എന്ന് പറഞ്ഞാൽ സ്വയം മുറിയുക, എല്ലാം ഇല്ലാതെയായി പോകും. പിന്നെ അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിശ്ചലമാകും. പിന്നെ അവൻ്റെ പ്രവർത്തനങ്ങളൊന്നും അവനക്ക് ലഭിക്കുകയില്ല. ഇല്ലാ മിൻ സലാസത്തിൻ, മൂന്നാളുകളിൽ നിന്നൊഴികെ. മൂന്നാളുകൾക്ക് മരിച്ചാലും അവരുടെ പ്രവർത്തനങ്ങൾ മുറിയാതെ നിലനിൽക്കും. ആരാണ്? ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയത്തിൻ, ജാരിയായ സ്വതക്ക ഒഴികെ. ജാരിയത് എന്ന് പറഞ്ഞാൽ ജറ എന്ന് പറഞ്ഞാൽ നടക്കുക എന്നൊക്കെ അർത്ഥം. ഇവിടെ നിലനിൽക്കുന്ന സ്വതക്ക, എക്കാലത്തും നിലനിൽക്കുന്ന സ്വതക്കകൾ ആ ഗണത്തിൽപ്പെട്ടതാണ്. നമ്മൾ എക്കാലത്തും നിലനിൽക്കുന്ന ജാരിയായ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടാലും ആ സ്വതക്കയുടെ പുണ്യം നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഔ ഇൽമി യന്തഫിഉ ബിഹി, ഉപകാരമെടുക്കുന്ന അമൽ. നമ്മളൊരു അറിവ് പറഞ്ഞു കൊടുക്കുകയും ആ അറിവ് ആ അറിവിനാൽ ജനങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് ഉപകാരമുള്ള അറിവാണ് എങ്കിൽ അതിൻ്റെയും പ്രതിഫലം നിലനിൽക്കും. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം, സ്വാലിഹായ സന്താനമുണ്ടെങ്കിൽ
മരിച്ചു കഴിഞ്ഞാലും അവന് വേണ്ടി അവൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്ക് അവന് ഉത്തരം ലഭിക്കും. ഈ മൂന്നാളുകളുടെ പ്രവർത്തനങ്ങൾ അവർ മരണപ്പെട്ടാലും അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങളെ അള്ളാഹു പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒന്ന്, ജാരിയായ സ്വതക്ക കൊടുക്കണം. ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വതക്കകളിൽ എന്നെന്നും ആളുകൾക്ക് ഉപകാരം ലഭിക്കുന്ന, ഉദാഹരണമായിട്ട് നമ്മളൊരു കിണർ കുഴിച്ചു കൊടുക്കുന്നു. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും ആളുകൾ ആ കിണറിൽ നിന്ന് വെള്ളമെടുക്കുകയും ആളുകൾക്കത് ഉപകാരമാവുകയും ചെയ്യും. അപ്പോൾ ആളുകൾ എത്ര കാലം ആ കിണർ ഉപയോഗിക്കുന്നുവോ അത്രയും കാലം ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് അതിൻ്റെ പുണ്യം ലഭിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്, നമ്മൾ ആർക്കെങ്കിലും അറിവ് പറഞ്ഞു കൊടുത്തു, ആ അറിവനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു കൊടുത്ത അറിവ് കൊണ്ട് ആളുകൾ നല്ല പ്രവർത്തനങ്ങൾ നിലനിന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പുണ്യം അവന് ലഭിക്കും. മൂന്നാമത്തേത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ സജ്ജരാക്കി അത്രയും നല്ല രൂപത്തിൽ അവരെ വളർത്തുമ്പോഴാണ് അവർ നല്ലതായിട്ട് മാറുന്നത്. ഓക്കെ, രണ്ടാമതൊരു ഈ ഹദീസിൻ്റെ വിശദീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വിശദീകരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഷജ്ജഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹനം നൽകുന്നു അലാ ത്വലബിൽ ഇൽമി, വിജ്ഞാനം ആർജിക്കാൻ, വൽ അമലി അധ്വാനിക്കാനും, വൽ ജുഹൂദി ഫി സബീലി തകസ്സുബ്, പണമാർജിക്കുന്ന വഴിയിൽ അധ്വാനിക്കാനും, വൽ ഇർത്തിസാഖി, റിസ്കിനെ സമ്പാദിക്കാനും. ഇർത്തിസാഖ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ സംഗതികൾ നേടുക. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നർത്ഥം പറയാറുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുക, അത് നേടിയെടുക്കുക. വയുർഷിദു ഇലൽ ഇഹ്തിഫാദി അലൽ അലാഖാത്ത്, ബന്ധങ്ങളെ സൂക്ഷിക്കുക. ഇഹ്തിഫാദ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, നിലനിർത്തിക്കൊണ്ടുപോവുക. അതിന് ഇർഷാദ്, വഴി കാണിച്ചു തരുന്നു, നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ബൈന അഫ്രാദിൽ മുജ്തമ, സൊസൈറ്റിയിലെ വിവിധ മെമ്പർമാർക്കിടയിൽ, വ്യക്തികൾക്കിടയിലുള്ള ബന്ധങ്ങൾ സുദൃഢമാക്കിക്കൊണ്ട് നടക്കുക. ഇതിനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഒന്നാമത് പറഞ്ഞ ഹദീസ്, ലാ യസാലുൽ ഇൻസാനു, മനുഷ്യന് നേടുകയില്ല, അൽ അജറ, കൂലി, വസ്സവാബ് എന്ന് പറഞ്ഞാലും കൂലി തന്നെയാണ്. സവാബ്, അജർ, കൂലി കിട്ടുകയില്ല. മിനല്ലാഹി തആല, അള്ളാഹുവിങ്കിൽ നിന്ന്, ഫി ഉമൂരിൻ സലാസ, 3 കാര്യങ്ങൾ, ഹത്താ ബഅദ മൗതിഹി, മരണം വരെ. മരിച്ചു കഴിഞ്ഞാൽ പുണ്യം കിട്ടുന്ന 3 കാര്യങ്ങളാണ്. വഹിയ സ്വദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സ്വതക്ക. വഇൽമുഹു അല്ലദി യസ്തഫീദു മിൻഹുൽ ആഖറൂൻ, മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കുന്ന അറിവ്. വഇൽമുഹു, അവൻ്റെ അറിവ്, അല്ലദി, എങ്ങനത്തെ അറിവാണ്, യസ്തഫീദു മിൻഹുൽ ആഖറൂൻ, മറ്റുള്ള ആളുകൾ അത് ഉപകാരം എടുക്കുന്നു. വബ്നുഹു സ്വാലിഹ്, സ്വാലിഹായ സന്താനം. അല്ലദി യദ്ഉ അല്ലാഹ ലിമഗ്ഫിറതിഹി, അവൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. ഇതിൻ്റെ പുണ്യം അവന് ലഭിക്കും. ഇനി രണ്ടാമത്തെ ഹദീസിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ഹദീസ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ പ്രയാസം ഒരാൾ തീർത്തു കൊടുത്താൽ. നഫസ എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക എന്നാണ്. കുർബത്ത്, പ്രയാസം. മിൻ കുറബി ദുന്യ, ഈ ഐഹിക ലോകത്തിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഒരു വിശ്വാസിയുടെ ആരെങ്കിലും തീർത്ത് പരിഹരിച്ചു കൊടുത്താൽ, നഫസല്ലാഹു അൻഹു മിൻ കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ, അന്ത്യനാളിലെ പ്രയാസങ്ങളിൽ നിന്ന് ഇവൻ്റെ പ്രയാസത്തെ അള്ളാഹു പരിഹരിക്കുന്നതാണ്. ഒമൻ യസ്സറ അലാ മുഅ്സിരിൻ, ഒമൻ യസ്സറ, എളുപ്പമാക്കി കൊടുത്താൽ, അലാ മുഅ്സിരിൻ, ഒരു പ്രയാസപ്പെടുന്നയാൾക്ക്, യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുന്യ വൽ ആഖിറ, ഈ ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും അള്ളാഹു അവന് എളുപ്പം നൽകുന്നതാണ്. ഒമൻ സതറ മുസ്ലിമൻ, ഒരു മുസ്ലിമായ മനുഷ്യനെ ആരെങ്കിലും മറച്ചു വെച്ചാൽ, സതറഹുല്ലാഹു ഫിദ്ദുന്യ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹു അവനെ മറച്ചു വെക്കുന്നതാണ്. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി, വല്ലാഹു, നിശ്ചയം അള്ളാഹു, ഫി ഔനിൽ അബ്ദി, അള്ളാഹ് ഒരു അടിമയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിലാണ്. ഫി ഔനിൽ അബ്ദ് എന്ന് പറഞ്ഞാൽ
ഒരു അടിമയെ സഹായിക്കുന്നതിലാകും അല്ലാഹു. മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി, ഒരു അടിമ ഫി ഔനി അഖീഹി, തൻ്റെ സഹോദരനെ സഹായിക്കുന്നതിലാകുന്നിടത്തോളം കാലം, മാക്കാന എന്ന് പറഞ്ഞാൽ ആകുന്ന കാലത്തോളം, അവനായിരിക്കുമ്പോഴെല്ലാം. അൽ അബ്ദു ഫി ഔനി അഖീഹി, ഒരു അടിമ തൻ്റെ സുഹൃത്തിനെ അല്ലെങ്കിൽ മറ്റൊരടിമയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അള്ളാഹു ഇവനെയും സ്നേഹിച്ചു കൊണ്ടിരിക്കും. അപ്പം നമ്മൾ പരസ്പരം ആളുകൾക്ക് സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നിരന്തരം നമുക്കുണ്ടാകും എന്നാണ് ആയത്തിൻ്റെ ഹദീസിൻ്റെ വിവക്ഷ. ഒമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഒമൻ സലക ത്വരീഖൻ, ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചു. എങ്ങനത്തെ വഴിയാണ്? യൽതമിസു ഫീഹി ഇൽമൻ, അവിടെ നിന്ന് അറിവ് ആർജിക്കും. എൽത്തമിസു, അവൻ ആർജിച്ചെടുക്കും, ഫീഹി, അവിടെ നിന്ന്, ഇൽമൻ, അറിവിനെ. എന്നാൽ സഹലല്ലാഹു ലഹു, അള്ളാഹു അവൻ എളുപ്പമാക്കി കൊടുക്കും, ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഏറ്റവും പ്രബലരായിട്ടുള്ള രണ്ട് ഹദീസ് പണ്ഡിതന്മാരാണ്, ഒന്ന് ഇമാം ബുഖാരിയും ഒന്ന് ഇമാം മുസ്ലിമും. ആ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത്. ഓക്കെ, ഈ ഹദീസിൻ്റെ ആശയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇദാ ഹാവല ഇൻസാനുൻ അലാ ഇസാലത്തി മുസീബത്തിൻ ഔ ഹുസ്നിൻ അൻ അഖീഹി യുസീലുല്ലാഹു അൻഹു ഹുസ്നഹു. ഇദാ ഹാവല ഇൻസാൻ, ഒരു മനുഷ്യൻ പരിശ്രമിക്കുകയാണെങ്കിൽ, ഹാവല എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക, അല ഇസാലത്തി മുസീബത്തിൻ, ഒരു മുസീബത്തിനെ ഇല്ലായ്മ ചെയ്യാൻ. ഇസാലത്ത് എന്ന് പറഞ്ഞാൽ നീക്കി കളയുക, ഇല്ലായ്മ ചെയ്യുക. മുസീബത്ത് എന്ന് പറഞ്ഞാൽ ഒരു അപകടം. ആ ഹുസ്നിൻ, അല്ലെങ്കിൽ ഒരു ദുഃഖം, അൻ അഖീഹി, തൻ്റെ സുഹൃത്തിൽ നിന്ന്, യുസീലുല്ലാഹു ഹുസ്നഹു, അവൻ്റെ ദുഃഖം അള്ളാഹു നീക്കിക്കളയും. വശർറഹു ഫി യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ ഇവൻ്റെ ദുഃഖം അള്ളാഹു തീർത്തു കൊടുക്കും. വമൻ ഖദ്ദമത് തൈസീറ, ആരെങ്കിലും യുസ്ര നൽകിയാൽ, ആർക്കെങ്കിലും എളുപ്പമാക്കി കൊടുത്താൽ, അതായത് ഒരു പ്രയാസപ്പെടുന്ന ആൾക്ക് അവൻ്റെ പ്രയാസത്തെ ദൂരീകരിക്കുന്ന വിധം സഹായിച്ചാൽ അവനക്ക് അതിൽ എളുപ്പമുണ്ടാവും. അവനെ എളുപ്പമാക്കി കൊടുത്താൽ, വസ്സുഹൂലത്ത്, ലളിതമാക്കി കൊടുത്താൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാളൊരു ചുമടെടുക്കാൻ പ്രയാസപ്പെടുകയാണ്, എന്നാൽ അവനെ അത് പിടിച്ചു കൊടുത്ത് സഹായിക്കുമ്പോൾ അവനൊരു എളുപ്പമുണ്ടാകും. അങ്ങനെ ലളിതമാക്കി കൊടുത്തു, എളുപ്പമാക്കി. സുഹൂലത്ത് എന്ന് പറഞ്ഞാൽ എളുപ്പമാക്കുക എന്നാണ്. ഇലാ സ്വദീഖിഹി, തൻ്റെ കൂട്ടുകാരന്, ഫി മക്ഷക്കത്തിൻ, ഒരു പ്രയാസത്തിൽ, എന്നാൽ സഹലല്ലാഹു, അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും, ലഹു, അവന്, ഉമൂറൻ ഫിദ്ദുന്യ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും, ഉമൂറഹു, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ. അംറിൻ്റെ ജംആണ് ഉമൂർ. ഉമൂർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ. ഒമൻ, ആരെങ്കിലും, സതറ ഉയൂബ അഖീഹി, തൻ്റെ സുഹൃത്തിൻ്റെ ഐബുകളെ, ന്യൂനതകളെ, സതറ, മറച്ചു വെച്ചാൽ. ഒമൻ സതറ, ആരെങ്കിലും മറച്ചു വെച്ചാൽ, ഉയൂബ അഖീഹി, തൻ്റെ സഹോദരൻ്റെ ന്യൂനതയെ, സതറല്ലാഹു ഉയൂബഹു, അള്ളാഹു അവൻ്റെ ന്യൂനതയെ മറച്ചു വെക്കും, ഫിദ്ദുന്യ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും. യുസാഇദുല്ലാഹു തആല അബ്ദഹു കമാ യകൂനുൽ അബ്ദു ഫി മുസാഅദത്തി അഖീഹി. യുസാഇദുല്ലാഹു, അള്ളാഹു സഹായിക്കും, അബ്ദഹു, തൻ്റെ അടിമയെ, കുല്ലമാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, യകൂനുൽ അബ്ദു ഫി മുസാഅദത്തി അഖീഹി, ഒരു അടിമ തൻ്റെ, മുസാഅദ എന്ന് പറഞ്ഞ സഹായം എന്നാണ്, തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം, സഹായിക്കുന്ന കാലത്തോളം അവനെ അള്ളാഹു സഹായിക്കും. ഒമൻ ദഖല ഫീ സബീലിൽ ഇൽമി, ആരെങ്കിലും അറിവിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ, സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. ഇതാണ് ഈ ഹദീസിൻ്റെ വിവക്ഷ. അടുത്ത ഹദീസ്, മൂന്നാമത്തെ ഹദീസ്, അനിൽ മിഖ്ദാമി റളിയല്ലാഹു അൻഹു. മിഖ്ദാം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി ഉദ്ധരിക്കുന്ന ഹദീസ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. മാ അകല അഹദുൻ തആമൻ ഖത്തു, ഒരാളും ഭക്ഷണം കഴിക്കുന്നില്ല, ഖൈറൻ, ഉത്തമമായ ഭക്ഷണമായിട്ട്, മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തേക്കാൾ
ശ്രേഷ്ഠമായ ഭക്ഷണം ആരും കഴിക്കുന്നില്ല. അതായത് ഒരു മനുഷ്യൻ കഴിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണമാണ്. ഓക്കെ, അപ്പോൾ അധ്വാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് അള്ളാഹു ഈ ഹദീസിലൂടെ. വ ഇന്ന നബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ അധ്വാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. വ ഇന്ന നബിയല്ലാഹി ദാവൂദ അലൈഹിസ്സലാം, നിശ്ചയം പ്രവാചകൻ ദാവൂദ് നബി കാന യഅ്കുലു മിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നയാളായിരുന്നു. അതുകൊണ്ട് സ്വയം അധ്വാനിക്കുകയും അതിൽ നിന്ന് സമ്പത്ത് ആർജിക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മൾ സ്വയം ഉണ്ടാക്കുകയും നമ്മൾ കഴിക്കുകയും ചെയ്യുക, ഇത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. ഈ ഹദീസിന്റെ യോഷ ഖൈറു തുആമിൻ യഅ്കുലുഹുൽ ഇൻസാൻ, മനുഷ്യൻ കഴിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം മാ യനാലുഹു മിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട്, യദിഹി എന്ന് പറഞ്ഞാൽ സ്വന്തം കൈ, അമലി എന്നാൽ അധ്വാനിക്കുക, ഏ മാ യനാലുഹു അവൻ നേടുന്നത്, മിൻ അമലി യദിഹി സ്വന്തം കൈകൊണ്ടുള്ള അധ്വാനത്തിൽ നേടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഭക്ഷണം ആരും കഴിക്കുന്നില്ല. കാനൻ നബിയു ദാവൂദ് അലൈഹിസ്സലാം യഈഷു മിൻ അമലി യദിഹി, ദാവൂദ് നബി സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നയാളായിരുന്നു. ഓക്കെ, അപ്പോൾ ആരായിരുന്നു സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്ന പ്രവാചകൻ? ആരായിരുന്നു വെച്ചാൽ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. നാലാമത്തെ ഹദീത്ത് അനി സുബൈർ ബിനിൽ അവ്വാമി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് ഉദ്ധരിക്കുന്നത്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്ട് ഖാല, നബി പറഞ്ഞു, ലഅൻ യഅഖുദ അഹക്കും ഹബ്ലഹു, ലഅൻ യഅഖുദ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ഹബ്ലഹു അവൻ്റെ കയർ എടുക്കുന്നു, ഒരു മനുഷ്യന് ഒരു കയറെടുക്കുന്നു, ഫയഅതി ബിഹുസ്മത്തിൽ ഹതബി അലാ ദുഹ്രിഹി, എന്നിട്ട് ഒരു കെട്ട് വിറക് തൻ്റെ തോളിലേറ്റുന്നു. ഒരു കയറെടുത്തിട്ട് ഫയഅതി അവൻ വരുന്നു, ബിഹുസ്മത്തിൽ ഹതബ്, ഒരു കെട്ട് ഹതബ് എന്ന് പറഞ്ഞ വിറകുമായിട്ട്, അലാ ദുഹ്രിഹി തൻ്റെ മുതുകിൽ വെച്ചുകൊണ്ട്, ഫയബീഉഹ എന്നിട്ട് അത് കച്ചവടം ചെയ്യുന്നു. അപ്പോൾ ഒരാളൊരു കയറെടുത്ത് കാട്ടിൽ പോയിട്ട് വിറക് ശേഖരിച്ചത് കെട്ടിയിട്ട് അങ്ങാടിയിൽ വന്നിട്ട് അത് കച്ചവടം ചെയ്യുന്നു. ഫയക്കുഫു അല്ലാഹു ബിഹി വജ്ഹഹു, അവൻ്റെ വജ്ഹിനെ അള്ളാഹു അതുകൊണ്ട് സംതൃപ്തനാക്കുന്നു. അതായത് അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു അതിലൂടെ നിർവഹിക്കുന്നു. അത് ഖൈറുൻ, അവന് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. ലഹു അവന് മിൻ അൻ യസ്അലന്നാസ, ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ, അഴ്തൗഹു അവനിക്ക് കൊടുക്കട്ടെ, ഔ മനഉഹു അല്ലെങ്കിൽ അവന് നിരാകരിക്കട്ടെ. ഒരു മനുഷ്യൻ സ്വന്തം ഒരു കയറെടുത്തുകൊണ്ട് കാട്ടിൽ പോയി വിറക് ശേഖരിച്ച വിറക് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു, അതിൽ നിന്ന് സമ്പത്ത് ആർജിക്കുന്നു, അതുപയോഗിച്ച് അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നു. ഇതാണ് അവനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ. ഓക്കെ, അപ്പോൾ യാചനയും മറ്റുള്ളവരോട് തേടുന്ന സഹായത്തെയും അള്ളാഹു നിരുത്സാഹപ്പെടുത്തുകയാണ് ഈ ഹദീസിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പിന്നെ പ്രേരിപ്പിക്കുകയാണ്, സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കാനും സമ്പത്ത് ആർജിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നബിയുടെ ഹദീസ് എന്ന് പറഞ്ഞാൽ ആയാത്തുകളുടെ, ഖുർആനിൻ്റെ വിശദീകരണമാണ്. ഓക്കെ, അപ്പോൾ അള്ളാഹുവിങ്കൽ നിന്നുള്ള ദിവ്യ സന്ദേശത്തിൻ്റെ ഭാഗമാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. ഇമാം ബുഖാരിയാണ് ഈ ഹദീസും ഇതിന് നേരെ മേലെയുള്ള ഹദീസും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇമാം ബുഖാരി എന്ന് പറയുന്ന പ്രമുഖനായ പണ്ഡിതനാണ്. ഈ ഹദീസിൻ്റെ വിശദീകരണം, അൻ യജ്മഅ ഇൻസാനു ഹംലഹു മിനൽ ഹതബ്, അൻ യജ്മഅൽ ഇൻസാൻ മനുഷ്യൻ ശേഖരിക്കുന്നു, ഹംലത്തൻ മിനൽ ഹതബ്, ഹംലത്ത് എന്ന് പറഞ്ഞ ഒരു കെട്ട്, മിൻ ഹതബ് വിറകിൻ്റെ, ഫയബീഉഹ അതിനെ കച്ചവടം ചെയ്യുന്നു, ഫിസൂഖി അങ്ങാടിയിൽ, ഖൈറുൻ അതാണ് അവന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, മിൻ ഐ യതസവ്വല ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ ചോദിക്കുന്നതിനേക്കാൾ, ജനങ്ങൾക്കിടയിൽ ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കഠിനാധ്വാനം ചെയ്തിട്ട് സമ്പത്ത് ആർജിക്കുകയാണ് എന്നതാണ്. ഓക്കെ, ഇങ്ങനെ 4 ഹദീസുകളാണ് ഇവിടെ നമുക്ക് വേണ്ടി പഠിക്കാൻ കൊടുത്തിട്ടുള്ളത്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. മിൻ ഹദീർ റിസാല, റിസാലയുടെ സന്ദേശത്തിൽ നിന്ന്,
പ്രവാചകന്റെ ചര്യയിൽ നിന്ന് എന്നൊക്കെ വേണേൽ പറയാം. മാഹി അഅമാലു സലാസ അല്ലത്തി ലാ തൻഖതിഉ മിൻ സാഹിബിഹി. തൻ്റെ ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോവാത്ത അധ്വാനങ്ങൾ ഏതൊക്കെയാണ്? ക്വസ്റ്റ്യന് മാഹിയൽ അഅമാലു സലാസ അല്ലത്തി ലാ തൻഖതിഉ മിൻ സാഹിബിഹി ലാ തൻഖതിഉ മിൻ സാഹിബിഹി ഹത്താ ബഅദ മൗതിഹി. ഹത്താ ബഅദ മൗതിഹി എന്ന് കൂടെ പറയുന്നുണ്ട്. ഹത്താ ബഅദ മൗതിഹി. മരണത്തിന് ശേഷവും തനിക്ക് നഷ്ടപ്പെടാത്ത അമലുകൾ ഏതൊക്കെയാണ്? അൽ അഅമാലു സലാസ അല്ലത്തി ലാ തൻഖതിഉ മിൻ സാഹിബിഹി. അതിൻ്റെ അൽ അഅമാലു സലാസ മൂന്ന് കാര്യങ്ങൾ. അല്ലത്തി എങ്ങനത്തെ മൂന്ന് കാര്യങ്ങളാണ്? ലാ തൻഖതിഉ മിൻ സാഹിബിഹി, അത് ചെയ്യുന്നയാൾക്ക് മുറിഞ്ഞു പോവുകയില്ല. അപ്പോൾ ചെയ്യുന്നയാൾക്ക് നഷ്ടപ്പെട്ടു പോകാത്ത മൂന്ന് പ്രവർത്തനങ്ങൾ: സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ, നിലനിൽക്കുന്ന സദഖ. വഇൽമുൻ അല്ലദി യസ്തഫീദു മിൻഹുൽ ആഖറൂൻ, മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കുന്ന അറിവ്. മൂന്നാമത്ത് വലദുഹു സ്വാലിഹ് അല്ലദി യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. ഈ മൂന്ന് കാര്യങ്ങളാണ് അവൻ നഷ്ടപ്പെടാത്ത അവൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഹത്താ ബഅദ മൗതിഹി, മരണത്തിന് ശേഷവും. ലിമൻ സഹലല്ലാഹു ത്വരീഖ ഇലൽ ജന്ന, സ്വർഗത്തിൻ്റെ വഴി ആർക്കാണ് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുക? മൻ ദഖല ഫീ സബീലിൽ ഇൽമി, വിജ്ഞാനത്തിൻ്റെ വഴിയിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ സഹലല്ലാഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മാ ഹുവൽ ഖൈറു തആം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്ഷണം ഏതാണ്? ഖൈറു തആമി, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്ഷണം, അല്ലദി യഅ്കുലുഹുൽ ഇൻസാനു മാ യനാലുഹു മിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടുന്നതാണ് മനുഷ്യൻ ഭക്ഷിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്ഷണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും ഈ ഹദീത്തുകളും ആ ഹദീത്തുകളുടെ ആശയങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.